നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് എല്ലാം നല്ലതിന് തന്നെ. പണ്ട് പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് ബുദ്ധിമാനായ മന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവിന് നായാട്ട് വളരെ ഇഷ്ടമുള്ള ഒരു വിനോദമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും മന്ത്രിയും നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നായാട്ടിന് പോകുന്ന വഴി ഒരു അപകടം പറ്റി. രാജാവിന്റെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് നല്ലത് തന്നെ. ഇത് കേട്ട് രാജാവിന് ദേഷ്യം വന്നു. എന്റെ കൈ മുറിഞ്ഞ് ചോര വരുമ്പോഴാണോ അത് നല്ലത് തന്നെ എന്ന് പറയുന്നത്? ഈ മന്ത്രിയെ കൊണ്ടുപോയി ജയിലിലടക്കൂ. രാജാവ് ഭടന്മാരോട് ആജ്ഞാപിച്ചു. അപ്പോഴും മന്ത്രി പറഞ്ഞു, അതും നല്ലത് തന്നെ. ഉടൻ തന്നെ ഭടന്മാർ മന്ത്രിയെ കൊണ്ടുപോയി ജയിലടച്ചു. രാജാവ് നായാട്ട് തുടർന്നു. പെട്ടെന്നതാ ഒരു സിംഹം. ഭടന്മാർ നാല് പാടും മൂടി മരത്തിന്റെ മുകളിൽ കയറി. രാജാവാണെങ്കിൽ പേടിച്ചുറച്ച് ബോധം കെട്ടു വീണു. സിംഹം രാജാവിന്റെ അടുത്തേക്ക് വന്ന് മണത്തു നോക്കി. ചോരമണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് സിംഹം രാജാവിനെ തിന്നാതെ നടന്നുപോയി. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, തന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നുവെങ്കിൽ ആ സിംഹം തന്നെ തിന്നുമായിരുന്നു എന്ന്. ഉടനെ തന്നെ രാജാവ് ഭടന്മാരോട് പറഞ്ഞ് മന്ത്രിയെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിട്ടു. മന്ത്രിയെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നുവെങ്കിൽ ആ സിംഹം എന്നെ വെട്ടി വിഴുങ്ങുമായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങനെ ജയിലിട്ടില്ലായിരുന്നുവെങ്കിൽ ആ സിംഹം എന്നെയും തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ കയറാൻ പോലും അറിയില്ല. എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു. അതിനുശേഷം മന്ത്രിക്ക് കുറെ നല്ല നല്ല സമ്മാനങ്ങൾ രാജാവ് നൽകി. എല്ലാവർക്കും സന്തോഷമായി. ഈ കഥക്കൊരു ഗുണപാഠമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് തന്നെയെന്ന് നമ്മൾ കരുതണം. എല്ലാം നല്ലതിന് തന്നെ. നന്ദി.